നമസ്കാരം. ഇന്നത്തെ വർത്തമാനം റാബിയയെക്കുറിച്ചാണ്. ആരാണ് റാബിയ എന്നറിയാത്തവരുണ്ടാവാം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന വനിതാ കവിയാണ് റാബിയ. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന പുരോഹിതയാണ് റാബിയ. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന സന്യാസിനിയാണ് റാബിയ. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന മതാധ്യാപികയാണ് റാബിയ. ഇത്രയൊക്കെ പ്രാധാന്യമുള്ള റാബിയ അറിയപ്പെടുന്നത് റാബിയ ബസരി എന്ന പേരിലാണ്. ബസറ ആണ് അവരുടെ നാട്. ഇന്നത്തെ ഇറാഖിലാണ് ബസറ. അവിടെയാണ് റാബിയ ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് ആ നാടിൻ്റെ പേരിലാണ് അവർ റാബിയ ബസരി എന്നറിയപ്പെടുന്നത്. അവരെ മറ്റ് രണ്ട് പേരിൽ കൂടി അറിയപ്പെടും. റാബിയത്തുൽ അദവിയ എന്ന് പറയും. മറ്റൊരു പേര് റാബിയത്തുൽ ഖൈസിയ എന്നാണ്. അദവിയയും ഖൈസിയയും അവരുടെ ഗോത്രമാണ്, വംശമാണ്. ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരേ റാബിയയാണ്, റാബിയ ബസരിയാണ്. അവർ ജീവിച്ചത് ഇന്നും ഇന്നലെയും അല്ല. ഏതാണ്ട് 13 നൂറ്റാണ്ട് മുമ്പാണ്, 8-ാം നൂറ്റാണ്ടിൽ. കൃത്യമായി പറഞ്ഞാൽ AD 717 ജനിച്ച് 801 മരിച്ചുപോയ ഒരു അപൂർവ വ്യക്തിത്വത്തെയാണ് നമ്മൾ റാബിയ ബസരി എന്ന് വിളിക്കുന്നത്. അവർ കുറിച്ച ചരിത്രത്തിന് ഇന്നും വേണ്ടത്ര തുടർച്ചകളില്ല. ലോകത്തിലെ കവികളിൽ മുസ്ലിമായ വനിതകൾ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് ഏറെയൊന്നും നമുക്ക് ഉത്തരമുണ്ടാവില്ല. ഇസ്ലാമിൽ എത്ര വനിതാ ആത്മീയാചാര്യന്മാരുണ്ട് എന്ന ചോദ്യത്തിന് ഏറെയൊന്നും നമുക്ക് പേരുകൾ ഉണ്ടാവില്ല. ഇസ്ലാമിൽ സൂഫിസം എന്നൊരു മിസ്റ്റിക് ചിന്താ പദ്ധതിയുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ എത്ര സൂഫി ആചാര്യന്മാർ വനിതകളായിട്ടുണ്ട് എന്ന ചോദ്യത്തിന് ഏറെയൊന്നും എണ്ണമുണ്ടാവില്ല. മുസ്ലിങ്ങളെ മതം പഠിപ്പിക്കുന്ന മതാധ്യാപകരുടെ കൂട്ടത്തിൽ മുദരിസുമാർ, ഖാലിമാർ, മതമേലധ്യക്ഷന്മാർ എന്നൊക്കെ വിളിക്കുന്ന കൂട്ടത്തിൽ ഏറെയൊന്നും വനിതാ പേരുണ്ടാവില്ല. ആ കൂട്ടത്തിലൊക്കെ ചരിത്രം കുറിച്ച പേരാണ് റാബിയ ബസരിയുടെ പേര്. റാബിയ ബസരിയുടെ ചരിത്രം ഏറെയൊന്നും നമ്മുടെ മുമ്പിലില്ല. 13 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചു പോയ ഒരു ചരിത്രമായതുകൊണ്ട് തന്നെ ഏറെയൊന്നും രേഖകളില്ല. മാത്രമല്ല, റാബിയ ബസരി 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കാലത്ത് അവരെ ലോകം അറിഞ്ഞില്ല. പിന്നെ 5 നൂറ്റാണ്ട് കഴിഞ്ഞ് മറ്റൊരു മഹാകവിയാണ് അവരെക്കുറിച്ച് ആദ്യമായി ലോകത്തോട് പറഞ്ഞത്. അത് 13-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ തന്നെ ജീവിച്ചിരുന്ന ഫരീദുദ്ദീൻ അത്തർ എന്ന കവിയാണ്. ഫരീദുദ്ദീൻ അത്തർ എന്ന കവിയുടെ രചനകളിലൂടെയാണ് റാബിയയെ ലോകം അറിഞ്ഞത്. സൂഫി കവിതയുടെ മാതാവ് എന്ന പേരിൽ അവർ പലപ്പോഴും അറിയപ്പെടുന്നുണ്ട്. അവരുടെ ജീവചരിത്രം താരതമ്യേന നമുക്ക് ലഭ്യമായത് വളരെ വളരെ കുറച്ചാണ്. പക്ഷെ അറിവായ ജീവചരിത്രം ഞെട്ടിക്കുന്നതാണ്. അത്ഭുതകരമായ ഒരു ജന്മമായിരുന്നു അത്. ഒരു അനാഥ കുഞ്ഞായിട്ടാണ് അവരുടെ ബാല്യം. നന്നേ ചെറുപ്പത്തിൽ തന്നെ റാബിയയുടെ മാതാപിതാക്കൾ മരിച്ചുപോയി. മാതാപിതാക്കൾ മരിച്ചുപോയ ഒരു അനാഥ കുട്ടിയെ ഇന്നത്തെ പോലെ അനാഥശാലകളിലേക്കല്ല അയക്കുന്നത്. അന്ന് അയക്കാറുള്ളത് അടിമച്ചന്തയിലേക്കാണ്. അനാഥ കുട്ടികളായ ആണിനെയും പെണ്ണിനെയും അടിമച്ചന്തയിൽ വിറ്റഴിക്കുകയാണ് പതിവ്. അങ്ങനെ അടിമച്ചന്തയിൽ വിറ്റഴിക്കപ്പെട്ട റാബിയ എന്ന ഒരു ബാലികയെ വാങ്ങുന്നത് അറബിയായ ഒരു യജമാനനാണ്. ആ അറബി യജമാനന്റെ വീട്ടിൽ രാവും പകലും പണിയെടുക്കുന്ന ഒരു ജോലിക്കാരിയായിട്ടാണ്, അടിമപ്പെണ്ണായിട്ടാണ് റാബിയ ജീവിതം ആരംഭിക്കുന്നത്. പകല് മുഴുവനും അധ്വാനിച്ചിട്ട് രാത്രി ഉറങ്ങാനുള്ള നേരമാണ് റാബിയക്ക്. പക്ഷേ ഒരു രാത്രി റാബിയയുടെ യജമാനൻ ചില പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ ശബ്ദം കേട്ട് ഉണർന്നു നോക്കി. റാബിയയുടെ മുറിയിൽ നിന്നാണ്. ചെന്നു നോക്കുമ്പോൾ റാബിയ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥനകളും കീർത്തനങ്ങളും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. യജമാനൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ റാബിയയിൽ ചില പ്രത്യേകതകൾ ഉള്ളതായി അദ്ദേഹം കണ്ടു. റാബിയയുടെ ശിരസിനുമേൽ ഒരു പ്രകാശ വലയം തിളങ്ങുന്നത് അദ്ദേഹം കണ്ട് ഭയപ്പെട്ടു പോയി. അദ്ദേഹം വല്ലാതെ പേടിച്ചു. കാരണം അവളൊരു സാധാരണ പെൺകുട്ടി അല്ലല്ലോ എന്ന ബോധ്യം അയാളെ നടുക്കിക്കളഞ്ഞു. എനിക്ക് അടിമയാക്കി വെക്കാനുള്ള ശേഷി ഉള്ള ഒരു പെൺകുട്ടിയല്ല അവളെന്നും എന്തോ അജ്ഞാതമായ ദിവ്യത്വം അവൾക്ക് ചുറ്റും പ്രകാശിക്കുന്നുണ്ട് എന്നും അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അവളെ പിറ്റേന്ന് രാവിലെ അദ്ദേഹം മോചിപ്പിക്കുകയാണ്. ഇനി മുതൽ നീ എൻ്റെ അടിമയല്ല, ഒരു സ്വതന്ത്ര പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് അവളെ യാത്രയാക്കുകയാണ്. അന്നു മുതൽ റാബിയ അലഞ്ഞു തിരിയുകയാണ് ഉണ്ടായത്. മരുഭൂമിയിൽ ഒരിക്കലും തീരാത്ത അലച്ചിലായിരുന്നു, ഏകാന്തതയായിരുന്നു, ധ്യാനമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു പിന്നെ അവരുടെ ജീവിതം. അങ്ങനെയാണ് അവൾ ദൈവഭക്തിയുടെ പാരമ്യത്തിലെത്തുന്നത്. ഒടുവിൽ ദൈവത്തോടുള്ള പ്രണയം മൂത്ത് അവൾ ദൈവത്തിൻ്റെ കാമുകിയായി മാറി. ദൈവത്തിൻ്റെ മണവാട്ടി എന്ന് നമ്മൾ കന്യാസ്ത്രീകളെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ഇസ്ലാമിൽ അങ്ങനെ ഒരു സങ്കല്പമില്ല. ഇസ്ലാമിൽ സന്യാസിനി എന്ന പേര് പോലും സൂഫിസത്തിൽ മാത്രമേ ഉള്ളൂ. സൂഫിസത്തെ മുഖ്യധാര ഇസ്ലാമിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു ചിന്താ പദ്ധതിയല്ല സൂഫിസം. പക്ഷേ സൂഫിസത്തിൻ്റെ ആചാര്യസ്ഥാനത്തെത്തി ആത്മീയതയുടെ പ്രണയത്തിൽ അവൾ വിലയം കൊണ്ട് കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മണവാട്ടിയായി, ദൈവത്തിൻ്റെ കാമുകിയായി അവർ മാറുകയാണ്. അങ്ങനെ കാമുകീഭാവത്തിൽ എഴുതിയത് പിന്നെ അവരെഴുതിയതും പാടിയതും മുഴുവൻ കവിതകളാണ്.
പ്രണയഗീതങ്ങൾ എന്ന് പറയാവുന്ന കവിതകൾ, റാബിയയുടെ ഗീതങ്ങൾ, റാബിയയുടെ പ്രണയ കവിതകൾ എന്ന പേരിലൊക്കെ പിൽക്കാലത്ത് ഒരുപാട് പേർ അത് സമാഹരിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ധാരാളം സമാഹാരങ്ങൾ റാബിയയുടെ കാവ്യസമാഹാരങ്ങളായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ അറിയപ്പെട്ട ജീവചരിത്രം, അവരെക്കുറിച്ചുള്ള മിസ്റ്റിക് കഥകൾ, അവരെക്കുറിച്ചുള്ള കാൽപ്പനികമായ ചരിത്രങ്ങൾ ഒക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. റാബിയ ബസരിയെ എനിക്ക് ആദ്യമായി പരിചയപ്പെടുത്തി തന്നത് മലയാളത്തിലെ മുതിർന്ന പത്രപ്രവർത്തകനായ എൻ്റെ സുഹൃത്ത് CK ഹസൻകോയയാണ്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാലത്ത് ഒരിക്കൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഡോർ കീപ്പർ ഓഫ് ദി ഹാർട്ട് എന്നായിരുന്നു. ഹൃദയത്തിൻ്റെ കാവൽക്കാരി എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. റാബിയയുടെ കവിതകളായിരുന്നു അത്. ആ പുസ്തകം തയ്യാറാക്കിയത്, അല്ലെങ്കിൽ റാബിയയുടെ കവിതകൾ ഇംഗ്ലീഷിൽ സമാഹരിച്ച് പുറത്തിറക്കിയ ആ പുസ്തകത്തിൻ്റെ കർത്താവ് ഒരു അമേരിക്കൻ കവിയായിരുന്നു. ചാൾസ് അപ്റ്റൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 77 വയസ്സായി. കഴിഞ്ഞ ദിവസം ഒരു കൗതുകം പോലെ ഞാൻ കണ്ടൊരു വാർത്ത, ചാൾസ് അപ്റ്റൻ്റെ 77ാം പിറന്നാൾ അദ്ദേഹവും കൂട്ടുകാരും ചേർന്ന് കാലിഫോർണിയയിൽ ആഘോഷിക്കുന്നതിൻ്റെ ഒരു വാർത്ത കണ്ടു ഞാൻ അപ്പോഴാണ് റാബിയയെ വീണ്ടും ഓർത്തത്. റാബിയയെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു എന്ന് തീരുമാനിച്ചതും അങ്ങനെയാണ്. ഈ റാബിയയുടെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ റാബിയയുടെ ജീവിതത്തെക്കുറിച്ച് ഏറെയൊന്നും നമുക്ക് പറയേണ്ടതില്ല. റാബിയയുടെ കവിതകൾ തന്നെ സ്വയം സംസാരിക്കുന്നതാണ്. റാബിയ എന്താണ്, റാബിയയുടെ കവിത എന്താണ്, റാബിയയുടെ പ്രണയം എന്താണ്, റാബിയയുടെ ഭക്തി എന്താണ്, റാബിയയുടെ ഈശ്വരൻ എന്ന സങ്കല്പം എന്താണ്, റാബിയയുടെ ഈശ്വരനും മനുഷ്യനും ഒന്നായിത്തീരുന്ന ഒരു അദ്വൈത സങ്കല്പം അല്ലെങ്കിൽ ഒരു സൂഫി സങ്കല്പം ഉണ്ടല്ലോ, അതിൻ്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സൂഫിനിയായി അവർ മാറിയത് എങ്ങനെയാണ് എന്നൊക്കെ അവരുടെ കവിതകൾ സ്വയം സംസാരിക്കുന്നുണ്ട്. അവരുടെ കവിതകൾ നൂറുകണക്കിന് കവിതകളാണ് ഇന്ന് ലോകത്തിലെ എല്ലാ ഭാഷകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപാട് പേർ ആ കവിതകൾ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ചാൾസ് അപ്റ്റൻ്റെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത കവിതകൾ മലയാളീകരിച്ച് അപ്പടി വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊന്നിനുമല്ല, റാബിയ എന്ന കവിയുടെ കവിതയുടെ ചൂടും അവരുടെ ആത്മീയതയുടെ അഗ്നിയും അവരുടെ വിമോചനത്തിൻ്റെ ശക്തിയും നമുക്ക് മനസ്സിലാക്കാൻ ഈ കവിതകൾ മതി. 1. പ്രഭോ, നീ ആരാണ്? നീ എൻ്റെ ആനന്ദം, എൻ്റെ ദാഹം, എൻ്റെ ഭവനം, എൻ്റെ ചങ്ങാതി, എൻ്റെ പാഥേയം, എൻ്റെ യാത്രാന്ത്യം, എൻ്റെ പ്രത്യാശ, എൻ്റെ സഹയാത്രി, എൻ്റെ അതിമോഹം, എൻ്റെ തീരാനിധി. ആരാണ്? ഈശ്വരനോടാണ് പറയുന്നത്, നീ എനിക്കിതെല്ലാമാണ്. ഇതിനപ്പുറം ഒരു പ്രണയിനി തൻ്റെ കാമുകനോട് എങ്ങനെ സംസാരിക്കും? 2. റാബിയ ഒരു ദിവസം ബസറയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ കാണുന്നത് റാബിയയുടെ ഒരു കയ്യിൽ ഒരു പന്തമുണ്ട്, മറുകൈയിൽ ഒരു തൊട്ടി വെള്ളവുമുണ്ട്. റാബിയ എങ്ങോട്ട് പോകുന്നു എന്ന് നാട്ടുകാർ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഈ പന്തം കൊണ്ട് ഞാൻ സ്വർഗത്തിന് തീ കൊളുത്താൻ പോകുന്നു. അപ്പോൾ മറ്റേ കയ്യിൽ എന്താണ്? അതൊരു തൊട്ടി വെള്ളമാണ്. ആ വെള്ളം കൊണ്ട് ഞാൻ നരകത്തിലെ തീ കെടുത്താനും പോകുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും ആവശ്യമില്ല എനിക്ക്. കാരണം സ്വർഗത്തെ മോഹിച്ചോ നരകത്തെ പേടിച്ചോ അല്ല മനുഷ്യർ ഭക്തന്മാരായി തീരേണ്ടത്, വിശ്വാസിയായി തീരേണ്ടത്. ദൈവത്തെ സ്നേഹിക്കാനുള്ളതാണ്, പേടിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കവിതയാണ്. ആ കവിത ഇങ്ങനെയാണ്: ഒരു കൈയിൽ പന്തവും മറുകൈയിൽ തൊട്ടിയുമായി ഞാനിതാ പോകുന്നു, സ്വർഗത്തിന് തീ കൊടുക്കാൻ, നരകത്തീ കെടുത്താനും. മൂടുപടം വലിച്ചു കീറട്ടെ, ഉന്നമെന്തെന്ന് കാണട്ടെ ദൈവത്തിലേക്കുള്ള സഞ്ചാരികൾ. ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്കും യഥാർത്ഥ ഉന്നം വെളിവായി കിട്ടിയിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഈ കവിതയാണ് റാബിയയുടെ ഏറ്റവും വിഖ്യാതമായ കവിത. റാബിയയെ അറിയാൻ, റാബിയയെ ഓർക്കാൻ ഈ സമയം ചാൾസ് അപ്റ്റൻ്റെ ഓർമ്മയോടൊപ്പം ഞാൻ വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.